പക്ഷേ ഈ പട്ടാളക്കാരുടെ ലൈഫ് നമ്മൾ സിനിമയിൽ പോർട്രേറ്റ് ചെയ്യുമ്പോഴും പലതും കാണിച്ചു തരാറുണ്ട്. എത്രത്തോളം ബിസി ആയിട്ടുള്ള ലൈഫായിരിക്കും, അല്ലെങ്കിൽ അതുമായിട്ട് ചേർന്നതായിരിക്കും ലൈഫ് സ്റ്റൈൽസ് ഒക്കെ. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴും അയൺ ചെയ്യുന്നുണ്ടായിരുന്നു സ്വന്തമായിട്ട്. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ചോദിക്കണമെന്നുണ്ടായിരുന്നു, ചെയ്തു തരില്ലേ എന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ ചോദിച്ചില്ല, എന്നെ വെടിവെക്കണം വിചാരിച്ചിട്ട് ഞാൻ ചോദിച്ചു. അല്ല, അങ്ങനെ ഒരു സ്റ്റൈല് തന്നെ ഇപ്പോഴും തുടരുന്നുണ്ട്. ഇപ്പോൾ ടൈമിൻ്റെ കാര്യത്തിൽ ഞാൻ ചോദിച്ചു, 27 വർഷമായി ശരിക്കും റിട്ടയർ ചെയ്തിട്ട്, പക്ഷേ ഈ ടൈമിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ഈ വാച്ച് നോക്കുകയും ഇല്ലെങ്കിൽ കറക്റ്റ് പഞ്ചലായിട്ട് 11 മണിയെന്ന് പറഞ്ഞാൽ 10:55 ആൾ അവിടെ കാണും. ഇതെങ്ങനെ കീപ്പ് ചെയ്യുന്നതെന്ന് ഞാൻ ഇപ്പോൾ ചോദിച്ചു. 27 വർഷമായിട്ട് ഈ ചിട്ടയൊന്നും മറന്നില്ലേ എന്ന് ചോദിച്ചു. അത് മറക്കാൻ ആക്ച്വലി എനിക്ക് ഡിഫറെന്റ് ആയിട്ട് പറയാനില്ല. ബിക്കോസ് ഞാനും ഐ ഹാപ്പൻ ടു ബി ആൻ എയർഫോഴ്സ് ഓഫീസേഴ്സ് ഡോട്ടർ. അപ്പൊ ഞങ്ങളും ഈ കുട്ടിക്കാലം തൊട്ട് ഇത് തന്നെയാണ് ചിട്ടകൾ. പറഞ്ഞില്ല ഈ അയൺ ചെയ്യണത് എന്താ ചെയ്യാത്തെന്ന്. ഒരു കാലത്തിൽ ചെയ്യുമായിരുന്നു വെൻ യു വാസ് വെരി ബിസി. ഇപ്പൊ പിന്നെ എന്താ വെച്ചാൽ ഞങ്ങൾ രണ്ടാളും വി ഹാവ് ഡിസൈഡഡ് ദാറ്റ് ഞങ്ങൾക്ക് ഒരു ഇൻഡിപെൻഡന്റ് സ്പേസ് ഇപ്പൊ കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ സ്വയമായിട്ട് ചെയ്യുക. ദാറ്റ് കീപ്സ് യു മച്ച് മോർ വെർച്വലി ഓക്യുപ്പൈഡ്. മനസ്സും ഓക്യുപ്പൈഡ് ആണ്. ഇപ്പൊ ഞാനും ചെയ്യണമെങ്കിൽ ഞാനും തന്നെ ചെയ്യും. രവിയേട്ടനെ സമയം കിട്ടുമ്പോൾ രവിയേട്ടൻ തന്നെ ചെയ്യും. കിട്ടില്ലെങ്കിൽ വി ഓഫ് കോഴ്സ് ഐദർ ഓഫ് us ഹെൽപ്പ് ഈച്ച് അതർ. പക്ഷെ ഇത് കുട്ടിക്കാലം തൊട്ട് എനിക്കും ഉള്ളുണ്ട്. ഈ ടൈം ഇസ് ബീൻ വെരി വെരി നൗ ഹി വോണ്ട് ബി എവർ കംപ്ലൈനിങ്. എവിടെയെങ്കിലും ഫംഗ്ഷനിൽ പോയി ഭാര്യൻ്റെ അടുത്ത് എന്താ ലേറ്റ് എന്ന്. മൂപ്പര് 6:45 എന്ന് പറഞ്ഞാൽ 6:25 6:30 ഞാൻ റെഡിയാണ്. ഞാൻ താഴേന്ന് ഒരു വിളിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ അവര് വന്നോ, ഐ വാസ് ഓൾറെഡി റെഡി. അപ്പൊ അതൊരു ശീലമാണ്. ഇറ്റ് ഗെറ്റ്സ് ഇൻ ടു യുവർ സിസ്റ്റം. അത് ബ്ലഡിലാണത്. അത് നമ്മൾ അതിനായിട്ട് ഒന്നും എഫേർട്ട് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷെ വെൻ യു ഹാവ് ദറ്റ് ഡിസിപ്ലിൻ, നമ്മൾ വേറൊരു സ്ഥലത്ത് പോകുമ്പോഴാണ് ഇതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്. ആ ഒരു മുഹൂർത്തം 6 മണിക്ക് എന്ന് പറഞ്ഞാൽ അവിടെ 7 മണി വരെയ്ക്ക് സ്റ്റേജ് പോലും റെഡിയായി കാണില്ല. ഞങ്ങൾ രണ്ടാളോട് ഫസ്റ്റ് ആയിട്ട് പോയിരിക്കും ഇങ്ങനെ. ഇപ്പൊ ഞാൻ ആ കാര്യത്തില് ഇതിൽ ബേസിക്കലി എന്ന് വെച്ചാൽ ഞാൻ കുട്ടിക്കാലം തൊട്ട് കണ്ടിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ, അച്ഛൻ കാലത്ത് കുളി കഴിഞ്ഞാൽ മൂപ്പര് പൗഡറും ഇതൊക്കെ ഇട്ട് എണ്ണ കഴിഞ്ഞാൽ ആദ്യം കിട്ടുന്ന വാച്ചാണ്. അത് മരിക്കുന്ന വരയ്ക്കും 93-ാമത്തെ വയസ്സിലാണ് മരിച്ചത്. മരിക്കാൻ കിടക്കുന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ കയ്യിൽ വാച്ച്. അപ്പം ഇത് ആ തറവാട്ടിൽ എല്ലാവരെയും കണ്ടിട്ടുണ്ട്. അച്ഛൻ്റെ ചെറിയച്ഛനും വലിയച്ഛന്മാർ എല്ലാവരെയും കയ്യിൽ. അതുപോലെ തന്നെ നമ്മൾ വാച്ച് കെട്ടാതെ ഇപ്പം ആ ഹയറാർക്കിയിൽ നോക്കിക്കഴിഞ്ഞാൽ 2 പെങ്ങന്മാർ മാത്രമേ ബാക്കിയുള്ളൂ. ഒരു പെങ്ങളെയൊക്കെ ഇപ്പോൾ അടുത്ത് കാണാൻ പോയി കഴിഞ്ഞാൽ മേമ ചോദിക്കുക, എൻ്റെ വാച്ച് അവിടെ പോയി. അവർക്ക് അത് വലിയൊരു കൺസേൺ ആണ്, എന്താണ് ഈ വാച്ച് എന്നുള്ളത്. പക്ഷെ അതായിരിക്കാം ഒരു പക്ഷേ ഇങ്ങനെയുള്ളൊരു ടൈമിൻ്റെ. അതുപോലെ ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞത്, നമ്മൾ സമയത്തിനെത്തും. കാർഡിൽ 10 മണിന്നുണ്ടാവും. ഇപ്പം എനിക്കറിയാം ക്രിസ്ത്യൻ കല്യാണത്തിൽ 10 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 മണിക്ക് എത്തിയാൽ മതി ഫുഡ് കഴിക്കാൻ എന്ന് പറഞ്ഞാൽ ആ പള്ളിയിൽ ഇത്രയും സംഭവങ്ങളുണ്ടെന്നുള്ളത് അത് ഇപ്പോഴാണ്. നമ്മളവിടെ 9:45 അവിടെ ചെന്ന് നിൽക്കുകയാണ്. അപ്പൊ അച്ഛൻ പോലും വന്നിട്ടില്ല. കപ്പയാർ അവിടെ നിന്ന് നടക്കുന്നത്. ഇതിങ്ങനെയാണ്. പിന്നെ നമുക്ക് ശീലമായി. സോ ഈ സമയം എന്നുള്ളത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് യുവർ ലൈഫ്. ഇതിപ്പോൾ ഞാനും ഒക്കെ ഫേസ് ചെയ്തിട്ടുള്ളതാണ്. സാറിൻ്റെ കൂടെ ഷൂട്ടിന് പോകുമ്പോഴൊക്കെ ഈ ഡിസിപ്ലിൻ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഈ ഡിസിപ്ലിൻ ഒന്നും ഇല്ലാത്ത ലൂസായിട്ടുള്ളൊരു രവി ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു രവിയേട്ടൻ ഉണ്ടാവും. ചില കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ട് ഉപദേശിക്കേണ്ടി വരുന്ന ഒരു മനുഷ്യനുണ്ടാവില്ലേ? അതെന്താണ്? അത് ഏതൊക്കെ സൈഡിലാണ്? അത് ദാറ്റ് ഈസ് ദി ഡിഫറെന്റ് സൈഡ് ഓഫ് രവിയേട്ടൻ. രവിയേട്ടൻ ഇപ്പോൾ പുറത്ത് പോയി കഴിഞ്ഞാൽ ഹീസ് എ മാൻ ഓഫ് വേർഡ്സ് ആൻഡ് ആക്ഷൻ ആൻഡ് ഹി കീപ്സ് ഹിംസെൽഫ് ബിസി. തിരിച്ചകത്ത് കയറി വന്നാൽ മുപ്പര് ചെരുപ്പഴിക്കും, നേരെ ഈ സ്റ്റെപ്പ് കയറി മുകളിൽ വരും. പിന്നെ ഇങ്ങനെ ഒരു മനുഷ്യനെ വീട്ടിൻ്റെ അകത്ത് ഉണ്ടെന്ന് ആർക്കും അറിയില്ല. പക്ഷെ ഐ ഗെറ്റ് എക്സ്പ്ലോയിറ്റഡ് 2 places. ഇപ്പം ഞാനിപ്പം 6-ാം തീയതി ഞങ്ങൾ രണ്ടുപേരും കൂടെ പോവാണ് ഡയറോഡിലേക്ക്. ഞങ്ങളുടെ ബാച്ചിൻ്റെ ഗെറ്റ് ടുഗദറാണ്. 85 ജൂൺ മാസം 8-ാം തീയതി പാസ് ഔട്ട് ആയിട്ടുള്ളവരുടെ ഗെറ്റ് ടുഗദറാണ് 8-ാം തീയതി, 40 വർഷത്തിന് ശേഷം. ഞങ്ങൾ കോഴ്സ്മേറ്റ്സ് ഒരുമിച്ച് കൂടുന്ന സമയത്ത്, അതുപോലെ തന്നെ നാട്ടിൽ പോയ ക്ലാസ്മേറ്റ്സ്. ഇന്നിപ്പോൾ എൻ്റെ ക്ലാസ്മേറ്റ്സിൽ ഒരു 50% എന്നെ ഇടാപടമൊന്നും വിളിക്കില്ല, മേജർ സാബ് എന്ന് വിളിക്കുന്ന ലെവലിലേക്ക് ഉണ്ട്. ചിലർ ആ ഇടാപടം, അതൊക്കെ ഒരു രസമാണത്. അവിടെ ഞാൻ എക്സ്പ്ലോയിറ്റ് ആവും. അവിടെ ഞാൻ എന്ന് പറഞ്ഞാൽ ഓപ്പൺ ഔട്ടായിട്ട് തെറിവിളിയും അത് ഇത് എല്ലാം കൂടെ. കാരണം ആ തെറിക്ക് അർത്ഥമൊന്നുമില്ല. മറ്റത് നേരെ വിളിച്ച് ഒരു തെറി, ഇയാൾ തെറി. ഞങ്ങൾ ഈ ബാച്ച് മേറ്റ്സ് കൂടുന്ന സമയത്ത്, ഇന്നലെ ഞാനൊരു മെസ്സേജ് ഗ്രൂപ്പിലിട്ടു. ഞങ്ങളുടെ ഈ ഏകദേശം 230ഓളം ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ഗ്രൂപ്പിലിട്ടു. അപ്പോൾ അത് ആ വേർഡ് ഞാൻ ഇവിടെ പറയുന്നില്ല. അങ്ങനെ തെറി വിളിച്ചുകൊണ്ടാണ് ഞാൻ ഗ്രൂപ്പിലിട്ടത്. എനിവൺ വാണ്ട്സ് എനിത്തിങ് ഫ്രം കേരള ഐ വിൽ ഗെറ്റ് ഇറ്റ് എന്നും പറഞ്ഞു. അപ്പോൾ അതിന് മറുപടി വരുന്നതാണ് ഏറ്റവും നല്ല രസം. സാലെ तू चेंज नहीं हुआ है, तेरी लैंग्वेज ऐसे ही है, अच्छा ऐसा करना, मेरे को कोकोनट का चिप्स भेजना. तो ഞാൻ ഇവിടുന്ന് തിരിച്ചു വെച്ചു, നീ കള്ള് കുടിക്കാതെ തന്നെ ഡൗൺ ആയിടാന്ന്. ആ സോറി കോക്കനട്ട് ഇതല്ല, ബനാന ചിപ്സ്. ഇങ്ങനെയൊക്കെ നമ്മൾ വേറെ ലെവലിൽ പോകും. അത് ആ സമയത്ത് ഐ എം വെരി ഫ്രീ.
അതുപോലെ ചിലപ്പോൾ ഉമ്മാർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ എന്നെ ജ്യൂസിലൊക്കെ ലിക്കർ നമ്മളറിയാതെ എടുക്കും. നമ്മൾ കുടിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് അറിയുന്നത് എന്തുകൊണ്ട്. കാരണം അവർക്ക് തന്നെ മനസ്സിലാവും ഞാൻ ചിരിക്കാൻ തുടങ്ങും, ചടികാ സാലേക്ക് പോകുന്നത്. അപ്പം ഈ ആ സൈഡിൽ ഞാൻ എൻ്റെതായിട്ടുള്ളൊരു ഓപ്പൺ ഔട്ട് ഉണ്ട്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ ഈ ഓട്ടം എന്തൊക്കെയോ വെട്ടിപ്പിടിക്കാനും എന്തൊക്കെയോ ചെയ്തു തീർക്കാനും ഒക്കെ ഉള്ള ആ ഒരു ഓട്ടത്തിനകത്ത് പലപ്പോഴും നമ്മൾ നമ്മളെ തന്നെ മറന്നുപോയോ എന്നുള്ളൊരു തോന്നുന്നുണ്ട്. ഇപ്പം എനിക്ക് ആഗ്രഹമുണ്ട്, ഐ വോണ്ട് ടു ജസ്റ്റ് ട്രാവൽ ഫ്രീ. ആരുമില്ല, ഒരാളോടും ചോദിക്കാനും പറയാനൊന്നുമില്ല, ഇങ്ങനെ പോവുക. അതിനനുസരിച്ച് ഒന്നോ രണ്ടോ ഫ്രണ്ട്സ്, എനിക്ക് ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഭാര്യയോടോ മക്കളുടെ അടുത്തോ ഓപ്പൺ ഔട്ട് ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ ആയിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്താണ്. പോയിന്റിൽ വരുന്നുണ്ട്. ദാറ്റ്സ് വാട്ട് ഐ എം സേയിങ്. ഇറ്റ്സ് എ ഫാക്ട്. കാരണം ഇത് ഇവരോട് പറയുന്ന സമയത്ത് നമ്മൾ ആദ്യമൊക്കെ എന്തെങ്കിലും തമാശ പറഞ്ഞാൽ പോലും ചിലപ്പോൾ ഇവർക്ക് എടുക്കാൻ പറ്റിയില്ല. ഫ്രണ്ട്സ് ആണെങ്കിൽ അതല്ല, അവർക്ക് തമാശയായിട്ട് തന്നെ എടുക്കും. അത് തെറിയാണെങ്കിലും ഓക്കെ, മറ്റൊരാളെ കളിയാക്കി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രശ്നമില്ല. പക്ഷെ ഇവിടെ ഈഗോ പ്രോബ്ലം വരും. ഓ എന്നെ കളിയാക്കി, എൻ്റെ അച്ഛനെ കളിയാക്കി, എൻ്റെ അമ്മാമനെ കളിയാക്കി, എൻ്റെ വരും. ആ അപ്പം വിട്ടേക്കുന്നത് എൻ്റെ ആയി, എൻ്റെ ആയി നിങ്ങൾക്ക് ഇവിടെ. എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് എനിക്ക് ഇപ്പോഴും ഉണ്ട് അങ്ങനെ ക്ലോസ് ഫ്രണ്ട്സ് എന്നൊക്കെ പറയുന്നത്. ഇപ്പം ലാലിൻ്റെ കൂടെ, ലാലിനേക്കാളെല്ലാം കൂടുതലായിട്ട് ഞാൻ ഈ എൻ്റെ ക്ലോസ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് പട്ടാളത്തിലാണ്. ഒരുമിച്ച് ട്രെയിനിങ് ചെയ്തതും ഒരുമിച്ച് അടി വാങ്ങിച്ചതും ഇടി വാങ്ങിച്ചതും പണിഷ്മെൻറ്റ് വാങ്ങിച്ചതും എല്ലാം ഒരുമിച്ചിട്ട്. പക്ഷെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞിട്ടില്ല, നീ കാരണം എനിക്ക് ഈ പണിഷ്മെൻറ്റ് കിട്ടിയെന്ന് പറഞ്ഞിട്ടില്ല. സിവിൽ ലൈഫിൽ അങ്ങനെയല്ല. എന്തെങ്കിലും കാരണവശാൽ നിങ്ങളൊന്ന് പോലീസ്, ഇപ്പം എൻ്റെ പേരിൽ 2-3 ചീറ്റിംഗ് കേസ് എന്ന് പറയുന്നത് വേറൊരു തന്നെയാണത്. ആ തണ്ടി അത് അടിച്ചുകൊണ്ട് പോയി എന്നൊരു പക്ഷേ പേര് എൻ്റെ ആണോ